ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഫാരിസ്, സൈലം ഇംഗ്ലീഷ് എഡ്യൂക്കേറ്ററാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് വരാനിരിക്കുന്ന 2024 LDC എക്സാം എങ്ങനെ സമീപിക്കണം, ഏത് രൂപത്തിൽ പഠിക്കണം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ മലയാളത്തിൻ്റെ എഡ്യൂക്കേറ്ററായ സജിമോളുണ്ട്. ബാക്കി സജിമോൾ കാര്യങ്ങൾ വിശദമായിട്ട് പറയും. നമസ്കാരം പ്രിയമക്കളെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 2024 LDC പരീക്ഷയെ സമീപിക്കേണ്ടത്, അങ്ങനെ LDC പരീക്ഷയിലേക്ക് പോകുമ്പോൾ മലയാളം ഇംഗ്ലീഷ് വിഷയങ്ങൾ അല്ലേ, അപ്പോൾ ഇംഗ്ലീഷ് വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഫാരിസ് മാഷും, മലയാളത്തിൻ്റെ കാര്യം ഞാനും പറയാം. അപ്പോൾ മിസ്സേ, ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ച് LDCകളൊക്കെ ആകട്ടെ, LDC പരീക്ഷയൊക്കെ ആയിക്കോട്ടെ, മലയാളം ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് ആ ചോദ്യത്തിന് അവർക്ക് മറുപടി കൊടുക്കാം എന്ന് പറയുമോ? നമ്മൾ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് മലയാളത്തിനും ഇംഗ്ലീഷിനുമാണ് അല്ലേ, നമ്മളൊക്കെ അനുഭവം വെച്ചിട്ട്. പക്ഷെ പിന്നീട് PSC പരീക്ഷയിലേക്ക് വരുമ്പോൾ മക്കൾ എപ്പോഴും പറയുന്നതാണ് മലയാളം പാടാണ്, പലപ്പോഴും ഞാൻ മലയാളം സ്കിപ്പ് ചെയ്യാറുണ്ട്, ഇതുപോലെ ഇംഗ്ലീഷും പറയും. മലയാളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 12th ഒക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 10th വെച്ച് മലയാളമായിട്ടുള്ള ബന്ധം അങ്ങ് വിച്ഛേദിക്കുകയാണ്. പിന്നെ ഇവർ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടൊക്കെ എടുക്കുന്നു. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ അവർ ആ പഠിച്ചുകൊണ്ട് വരുന്നൊരു പാറ്റേൺ വിട്ടിട്ട് ഒന്ന് മാറ്റി പഠിക്കുമ്പോൾ മലയാളമായിട്ടുള്ള ബന്ധം പോയി. ഇനി എഴുത്തും വായനയൊക്കെ പഴയതുപോലെ, പണ്ട് ഈ കത്തെഴുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുത്തുണ്ടായിരുന്നല്ലോ, ഇപ്പം അതെല്ലാം കുറഞ്ഞിട്ട് മംഗ്ലീഷ് ടൈപ്പിങ്ങിലേക്കൊക്കെ വന്നപ്പം പദങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ഉദ്യോഗാർത്ഥി സർക്കാർ സർവീസിലേക്ക് പോകുമ്പോൾ ഭരണഭാഷ മലയാളമാണ്, ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ടത് മലയാളത്തിലാണ്. നമ്മുടെ മാതൃഭാഷയിൽ നന്നായി പ്രാവീണ്യം ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. അത് ഉദ്യോഗാർത്ഥിയുടെ പ്രാവീണ്യം അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് LDC പോലുള്ള ഒരു പരീക്ഷയിൽ വരുന്നത്. അപ്പോൾ കുട്ടികളെ ഈ ഭയം മാറ്റി നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സൈലത്തിൻ്റെ പ്രഥമ ഉദ്ദേശം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഏത് എക്സാം ആകട്ടെ, LDC ആകട്ടെ, ഡിഗ്രി ലെവലാകട്ടെ, ഒരുപാട് കുട്ടികളിപ്പോൾ PSC എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ഈ തള്ളിക്കയറ്റം PSC എക്സാമുകളിൽ കാണാറില്ല. ഇന്നിപ്പോൾ ഡിഫറെന്റ് എന്തോ ആകട്ടെ, ഇപ്പോൾ ബിടെക് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് പൊസിഷൻ ആകട്ടെ, എന്താണോ അവർ പഠിച്ചത് അതൊക്കെ ജസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ട് PSC നോക്കാൻ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ജോലിയാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ മലയാളം മീഡിയത്തിൽ പഠിക്കാതെ അല്ലെങ്കിൽ CBSEയിലൊക്കെ പഠിച്ച് മലയാളം ടഫാകുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ചോദ്യങ്ങൾ അവർ കാണുമ്പോൾ അവർ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ മലയാളത്തിൽ നമ്മളൊക്കെ എന്തിനാ പഴഞ്ചൊല്ല് പഠിക്കേണ്ട ആവശ്യം എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനൊന്നും നമുക്ക് ഒരു വ്യക്തമായ ഒരു മറുപടി ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് PSCയുടെ ഒരു രീതിയാണ്, ആ രീതിയിൽ അങ്ങ് പഠിച്ചു പോയാൽ കിട്ടും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആധികാരികമായിട്ട് അത്തരം കുട്ടികളോട് മിസ്സിന് എന്താ പറയാനുള്ളത്? പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പഠിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ അധ്യാപകർ, നമ്മൾ നിൽക്കുന്ന പോലെ നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാ അധ്യാപകരും, പഠിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഈ ഒരു PSCയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ മക്കളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കയുണ്ട്. അതായത് ഈ പഠിച്ചേ തന്നെ എനിക്കിത് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കണം? അപ്പോൾ തീർച്ചയായിട്ടും പഠിപ്പിക്കുന്നതോടൊപ്പം ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊരു വലിയ, എന്നെ സംബന്ധിച്ചൊരു ഭഗീരഥ പ്രയത്നമാണ് മലയാളത്തിൽ. പക്ഷേ ഞാൻ ഇവരെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഒരു ക്വസ്റ്റ്യൻ സീരീസൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ആ ഉദ്ദേശം അത് തന്നെയാണ്. അതായത് ഇവരെ പഠിപ്പിക്കുന്നതോടൊപ്പം ഇവർക്ക് സിലബസിലും മലയാളത്തിലുമുള്ള ആ ഒരു ഭയമുണ്ടല്ലോ, അല്ലെങ്കിൽ പഠിച്ചാൽ കിട്ടില്ല, എനിക്കറിയില്ല എന്നുള്ള ധാരണയൊന്ന് മാറ്റിക്കൊണ്ട്, അപ്പം വൈ സൈലം അല്ലെങ്കിൽ വൈ മലയാളം കുർവി എന്നുള്ള, അല്ലെങ്കിൽ
ഒരു സംതിങ് ഡിഫറെൻ്റ് അപ്രോച്ചിലൂടെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കൊണ്ടുവരവ് എന്ന് പറയുമ്പോൾ ആദ്യം ഇടുന്ന റിവിഷൻ ടെസ്റ്റുകളില്ലേ, നമ്മളിപ്പോൾ 2024 LDC എന്ന് പറയുന്ന പെയ്ഡ് ബാച്ചിലേക്ക് പോകുമ്പോൾ 1ഉം 2ഉം റിവിഷനിൽ 10ൽ 5ഓ 4ഓ 3ഓ മാർക്കായിരിക്കും ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് പോരല്ലോ. ജോലി കിട്ടാനായി 5ൽ നിന്നും 8ലേക്ക്, 8ൽ നിന്നും 9ലേക്ക്, പിന്നെ 10 എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാത്രം പരീക്ഷയിലേക്ക് കുട്ടിയെ പ്രാപ്തനാക്കി പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും മലയാളം ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇനി എല്ലാത്തരം നമ്മുടെ ക്ലാസ്സിലിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് 10,000 കുട്ടികളായിരിക്കും അല്ലേ പഠിക്കുന്നത്. ഒരു ബാച്ചിൽ നമ്മുടെ മുന്നിൽ ലൈവിലിരിക്കുന്ന 100 കുട്ടികളിൽ 100 പേരും ഓരോ രീതിയായിരിക്കും. ഇവരെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടും ഇവരിലെല്ലാവരെയും നമ്മൾ കാണുന്നില്ലെങ്കിൽ കൂടി റിവിഷൻ ടെസ്റ്റുകളിലൂടെയും ലൈവ് ചാറ്റുകളിലൂടെയും കുട്ടികളെ മനസ്സിലാക്കി നമ്മൾ അവരുടെ എല്ലാ സംശയങ്ങളും തീർത്ത് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക. ഇത് പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ കൊണ്ട് പഠിച്ചെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം നമ്മുടെ ഫസ്റ്റ് ബാച്ച് അല്ല അല്ലേ സാർ? തീർച്ചയായിട്ടും നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ്. അതെ, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ ഞങ്ങളെ കൂടെ ഉണ്ടായാലും അവരെ ജോലിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ മെയിൻ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അതാണ് വേറെ ഒന്നുമല്ല. അതിനുവേണ്ടി എന്തൊക്കെ സൈലത്തിന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ആപ്തവാക്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായല്ലോ? നമ്മളോടുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും മക്കൾ വരുന്നത് അല്ലേ? അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, എക്സാം വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ LDC ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ പ്രിലിമിനറി ഉണ്ടായിരുന്നു, മെയിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു 2024 LDC പ്രിലിമിനറി ഉണ്ടോ മെയിൻസ് ഉണ്ടോ എന്ന് പ്രിലിമിനറി ഉണ്ടോ എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു തീരുമാനം ആയിട്ടില്ല. PSCയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു റിപ്പോർട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ മക്കള്, ഞങ്ങൾ കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും മെയിൻസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. മനസ്സിലായി? ഇനി പ്രിലിമിനറി ഉണ്ടെങ്കിൽ തന്നെ ഈ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് പ്രിലിമിനറി ഒരു വിഷയമേ ആകത്തില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്ക് റാങ്ക് വേണോ വേണ്ടേ എന്ന് നിർണ്ണയിക്കുന്നത് ഉറപ്പായിട്ടും ഇംഗ്ലീഷും മലയാളവുമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇംഗ്ലീഷിനെയും മലയാളത്തെയും നിങ്ങളങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ റാങ്കിലോട്ടെത്താൻ വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. മിസ്സേ, അപ്പോൾ മലയാളം എങ്ങനെ പഠിക്കണം, മലയാളത്തിൽ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, എന്താണ് കുട്ടികളെ എങ്ങനെയാണ് മലയാളം അപ്രോച്ച് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക്. മലയാളത്തിൽ നമ്മൾ ഇപ്പോൾ കേരള PSCയുടെ LDC 2024 പ്രിലിംസ് മെയിൻസ് എന്ന കാറ്റഗറി വിട്ട് 2024 LDC, അത് മെയിൻസ് ആയിക്കോട്ടെ, പ്രിലിംസിൽ മലയാളം ഇല്ല, ഉണ്ടെങ്കിൽ പ്രിലിംസ് പരീക്ഷ ഉണ്ടെങ്കിൽ, പക്ഷേ പ്രിലിംസ് കഴിഞ്ഞ് അധികം സമയം ഉണ്ടാവില്ല മെയിൻസ് പഠിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ പഠനത്തിൻ്റെ കൂടെ മലയാളം കൂടി പഠിച്ചു പോവുകയാണ്. നമ്മുടെ ബാച്ചും അങ്ങനെ തന്നെയായിരിക്കും. പദശുദ്ധി, വാക്യശുദ്ധി, പര്യായം, വിപരീതം, പിന്നെ ഒറ്റപ്പദം, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, സന്ധി, സമാസിക്കൽ, ഘടകപദ ക്രമീകരണം തുടങ്ങി നമ്മൾ വൊക്കാബുലറി സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വൊക്കാബുലറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസാണ് കേരള PSC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് LDCക്ക് വേണ്ടിയിട്ട്. പിന്നെ 2021-20 വർഷങ്ങളിൽ നടത്തിയ കേരള PSCയുടെ LDC പരീക്ഷ ഒരു സൂചനയായിരുന്നു. ആദ്യ ചോദ്യം തന്നെ വ്യാകരണമാണ്. തദ്ധിതം എന്ന വിഭാഗം, അത് സമ്പൂർണ്ണ വ്യാകരണമാണ്. അപ്പോൾ കുട്ടികളൊന്നും ഞെട്ടി. കാര്യം എന്ന് വെച്ചാൽ വ്യാകരണം ഇല്ലല്ലോ, അതെ, എന്നിട്ട് കൂടി വ്യാകരണ ചോദ്യം ചോദിച്ചിരിക്കുന്നു. അപ്പം നമുക്കതൊരു സൂചനയായി എടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട വ്യാകരണ ഭാഗങ്ങളെല്ലാം പഠിച്ചു വെക്കുക. അതുകൊണ്ട് നഷ്ടമില്ലല്ലോ. ചോദിച്ചാൽ മാർക്കായി, ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അടുത്ത പരീക്ഷയിലേക്ക് അത് മാറ്റിവെക്കും. അത്രയേ ഉള്ളൂ. പക്ഷെ പഠിച്ചിട്ട് പോവും. ഇനി 2020 നടത്തിയ ഒരു SC ST വിഭാഗങ്ങൾക്കായുള്ള ഒരു LDC പരീക്ഷയിൽ 5 മാർക്കിന് വൊക്കാബുലറിയും 5 മാർക്കിന് സാഹിത്യവും കയറി ചോദിച്ചു ഒരുമിച്ചിട്ട്. അപ്പോൾ സാഹിത്യവും നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളൊരു സൂചനയാണ്. ഓരോ ചോദ്യങ്ങളും ഓരോ സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഇന്ന ഏരിയകൾ മാത്രം, സിലബസ് മാത്രം കവർ ചെയ്ത് കൊടുക്കുക. കാരണം അവരൊരു സിലബസ് തന്നിട്ട് അതിനടിയിൽ പറയുന്നുണ്ടല്ലോ ഇതിലില്ലാത്തത് ഞങ്ങൾ ചോദിച്ചെന്നിരിക്കാം. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ മാഷനോട് ചോദിച്ചില്ല, ഈ പ്രോവർബൊക്കെ
നമുക്ക് എന്തിനാ വെക്കണേന്ന് ചോദിച്ചില്ലേ. ശരിക്കും ഇത് എന്നോടും ഒരു മോൻ ചോദിച്ചതാ, എന്തിനാ നമ്മൾ ഈ പഴഞ്ചൊല്ലൊക്കെ പഠിക്കുന്നേ, അതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, നമ്മുടെ സംസാര ഭാഷയിൽ ഇപ്പോഴും അതുണ്ടോ? പക്ഷെ നിങ്ങൾ നിങ്ങളെ തലമുറയെ കാണുന്നുള്ളൂ. ഇപ്പോഴും പ്രായമായി നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി പോയിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ അവിടേക്ക് വന്നിട്ട് നിങ്ങളോട് പറയും, എൻ്റെ സാറേ ഫയലൊന്നും മൂവ് ചെയ്തില്ലല്ലോ, എന്താണ് ഫയലൊന്നും അനങ്ങിയില്ലല്ലോ, ഇതിപ്പോൾ കൂനിന്മേൽ കുരുവായല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കരുത് എവിടെ ഗുരു എന്ന് ചോദിക്കരുത്. കൂനിന്മേൽ കുരു എന്നത് ചാപ്റ്റർ ഓഫ് ആക്സിഡൻസ് അല്ലേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, അതാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി വാമൊഴി വഴക്കവും വരമൊഴിയും കൂടി ചേർത്തിട്ടുള്ള സിലബസാണ് ഈ ശൈലീ പ്രയോഗങ്ങൾ, പഴഞ്ചൊല്ലുകളൊക്കെ. അപ്പോൾ അതും പുതിയ തലമുറ ഭാഷയിൽ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് എങ്ങനെയാ സാർ, ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ? ഇപ്പോൾ നിലവില് നമ്മള് പ്രിലിമിനറി വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ്, ഒരൊറ്റ പരീക്ഷാ സമയം. അന്ന് 20 മാർക്കായിരുന്നു ഇംഗ്ലീഷ്. അന്ന് മലയാളം 10 തന്നെ ആയിരുന്നു, 10 തന്നെ ആയിരുന്നു. പക്ഷെ പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് സിലബസ് എന്ത് ചെയ്തു, പ്രിലിമിനറി വന്നതോടുകൂടി ഇംഗ്ലീഷ് 10 മാർക്കായിട്ട് ചുരുക്കിയുണ്ടായി. പക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം 10 ആക്കുമ്പോഴും സിലബസ് ചുരുക്കി, ഗ്രാമർ ഭാഗം എടുത്തു മാറ്റി, വൊക്കാബുലറി ഭാഗം മാത്രമാണ് വെച്ചത്. പക്ഷെ ഇവിടെ ഇംഗ്ലീഷ് 10 മാർക്ക് ആക്കിയെങ്കിലും സിലബസ് ചുരുക്കിയില്ല. അത്രയും ഡെപ്തായിട്ട് തന്നെ പഠിക്കണം. അതന്നെ, അതായത് നിലവിൽ എന്തൊക്കെയാണോ 20 മാർക്കിന്റെ പരീക്ഷ നടത്തിയ സമയത്ത് കുട്ടികൾ പഠിക്കേണ്ടിയിരുന്നത് അതന്നെ ഇപ്പോഴും ആ കുട്ടി പഠിക്കണം എന്നാണ്. അപ്പോൾ 10 മാർക്കാണ്. അത്രക്കും ടോപ്പിക്സ് അവിടെ ഉണ്ട്, വൊക്കാബുലറി പുറമെ ഗ്രാമർ ഭാഗത്തുനിന്ന്. അപ്പോൾ നിലവിൽ ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 6 ക്വസ്റ്റ്യൻ ഗ്രാമർ ഭാഗത്തുനിന്നും 4 ക്വസ്റ്റ്യൻ വൊക്കാബുലറി ഭാഗത്തുനിന്നുമാണ്. അപ്പോൾ ഇംഗ്ലീഷിനെ നമുക്ക് ഒരു പേടിയില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആവശ്യം തന്നെയാണ്. അപ്പോൾ Xylem നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അഥവാ ഇംഗ്ലീഷ് Xylemത്തിൽ ഈ LD ബാച്ചിന് എടുക്കുന്നത് ഞാനായിരിക്കും, മലയാളത്തിന് നമ്മുടെ ഗുരുവി ടീച്ചറായിരിക്കും. ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഇംഗ്ലീഷിലും അതേപോലത്തെ മലയാളത്തിലും 1 മാർക്ക് പോലും നിങ്ങൾക്ക് വിട്ടുപോകേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ വരൂല. ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ഈ വരാനിരിക്കുന്ന LDC എക്സാം ആകുമ്പോഴേക്കും ഞങ്ങൾ പരിശീലിപ്പിച്ചിരിക്കും. ചുരുങ്ങിയത് ഒരു ടോപ്പിക്കിൽ നിന്ന് 500 ചോദ്യമെങ്കിലും കുട്ടികൾക്ക് പരിശീലിപ്പിക്കാൻ വിധത്തിലുള്ള ഒരു മൊഡ്യൂളാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ നോക്കൂ, പാർട്സ് ഓഫ് സ്പീച്ച് ആയാലും, പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യത്തെ ആൾ നൗണാണ്. അപ്പോൾ നൗണുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ നൗണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ മേഖലയിൽ നിന്നൊക്കെ പഠിച്ചത് എന്താ, രമേശൻ ഒരു നൗണ്, ലക്ഷ്മി ഒരു നൗണ്, ഫാത്തിമ ഒരു നൗണ്, ബസ്, കാറ്, ജീപ്പ് ഒരു നൗണ്, ഇത്രേ അന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. എന്ന് ഈ നൗണിന്റെ കാറ്റഗറി എന്താന്ന് കുട്ടി മനസ്സിലാക്കിയില്ല. പ്രോപ്പർ നൗൺ ആയാലും കളക്റ്റീവ് നൗൺ ഡീപ്പായിട്ട് അറിയത്തില്ല. അപ്പോൾ നൗണിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയണം. ഒരു നൗണ് കണ്ടാൽ അത് പ്രോപ്പർ നൗൺ ആണോ എന്ന് കുട്ടിക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ ആണോ എന്ന് കുട്ടിക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ കോമൺ നൗൺ ആണോ എന്ന് കുട്ടിക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് നൗൺ ആണോ എന്ന് കുട്ടിക്ക് മനസ്സിലാകണം. എന്നാലേ കുട്ടി ആ ചോദ്യത്തിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം ഇന്നത് ഇന്ന നൗൺ ആണെന്ന് കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. അതിനെന്ത് വേണം? ആ കോൺസെപ്റ്റ് ആ കുട്ടി പഠിച്ചിട്ട് ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടി വർക്കൗട്ട് ചെയ്യണം. അതാണ് ഇവിടെ Xylem ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന ഏത് മക്കളോടും ചോദിച്ചാൽ അറിയാം, മലയാളത്തിന് 3ഉം 4ഉം വാങ്ങിയ കുട്ടികൾ ഇന്ന് 9ഉം 10ഉം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജുകൾ നമ്മൾ വരുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിന് 2, 3, 4 മാർക്ക് വാങ്ങിയവർ 10 മാർക്കും 20 മാർക്കിന്റെ എക്സാം നടത്തുമ്പോൾ 20 മാർക്കും നമുക്ക് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആ സന്തോഷം. അതായത് സാറേ, ഒരു പാറ്റേൺ ഇല്ല, ഒരു ക്യാപ്സൂൾ പരുവത്തിന് PSCക്ക് കുട്ടികളെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി വിടുക, ആ ഒരു കൺസെപ്റ്റ് PSCയുടെ ചോദ്യവും മാറിയല്ലോ, പാടെ മാറിക്കഴിഞ്ഞു ടീച്ചറെ. ഇനി ഒരു ക്യാപ്സ്യൂൾ ഇല്ല. ഒരു എന്താ പറയാ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം കുട്ടി കാണാതെ പഠിച്ചു പോയിട്ടൊന്നും കാര്യമില്ല. ഈ ചോദ്യത്തിന്റെ പുറകിലുള്ള ഈ ചോദ്യത്തിന്റെ ഇത്രാമത്തെ ഓപ്ഷൻ ഇതിന്റെ ഉത്തരമാണ് എന്ന് അറിയണമെങ്കിൽ കുട്ടിക്ക് ആ ചോദ്യം ഇന്ന ടോപ്പിക്കാണ് എന്ന് കുട്ടി ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത് ഈ ചോദ്യത്തിന്റെ ബാക്കിലുള്ള കോൺസെപ്റ്റ് ഇന്നതാണ് എന്ന് കുട്ടി മനസ്സിലാക്കണം. ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക.
ഇപ്പോൾ ഉദാഹരണത്തിന് MD വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവല്, അതിലെ മുഖ്യ കഥാപാത്രം വിമല ടീച്ചർ. ഇത് മാത്രമേ ഒരു റാങ്ക് ഫയലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് എവിടെന്നെങ്കിലും കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് MD വാസുദേവൻ നായർ നൈനിറ്റാൾ പശ്ചാത്തലമാക്കി രചിച്ച അതിമനോഹരമായ നോവലാണ് മഞ്ഞ്. പക്ഷേ ഈ മഞ്ഞ് MDയുടെ ബോധധാരാ നോവലാണ്. അപ്പോൾ നമ്മൾ സൈലന്റ് ക്ലാസ്സിൽ പറയുന്നത് എന്താണ്? ബോധധാരാ നോവലാണ് മഞ്ഞ്. ഇനി എന്താണ് ബോധധാരാ നോവൽ അല്ലേ? ഒരു കഥാപാത്രം വന്ന് നിന്ന് കഥ പറഞ്ഞു പോകുന്ന രീതിക്കാണ് ബോധധാരാ സിസ്റ്റം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ നറേറ്റീവ് എന്നോ അങ്ങനെ എന്തോ അല്ലേ, ഒരു നറേഷൻ രീതിയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പം വരും MDയുടെ ബോധധാരാ നോവൽ ഏതെന്ന്. അപ്പോൾ അത് മഞ്ഞ് എന്ന് ആൻസർ ചെയ്യാൻ കുട്ടിക്ക് കഴിയണം. അത്തരത്തിൽ ഫാക്റ്റിൽ നിന്നും ഫാക്റ്റിലേക്ക് അനുബന്ധ വസ്തുതകളിലൂടെ കുട്ടിയെ കടത്തി വിട്ടില്ലെങ്കിൽ ഇനിയുള്ള PSC പരീക്ഷകളിൽ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഒരു ഉദാഹരണം ഇംഗ്ലീഷിൽ ഒരു കോൺസെപ്റ്റ് ഞാൻ മിസ്സിനെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. പൊസസീവ് പ്രോനൗൺ ഉണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ പൊസസീവ് പ്രോനൗണിൽ പെട്ട ഒരാളാണ് എന്ത്? മൈൻ എന്ന് പറയുന്നത്. MINE, മൈൻ. പൊസസീവ് അഡ്ജക്റ്റീവിൽ പെട്ടതാണ് മൈ. അപ്പൊ കുട്ടിക്ക് പൊസസീവ് പ്രോനൗണ് മൈൻ ആണ് എന്നും പൊസസീവ് അഡ്ജക്റ്റീവ് മൈ ആണ് എന്നും മനസ്സിലാകണം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറൊരു കോൺസെപ്റ്റ് കിടക്കുന്നുണ്ട്. ഇത് പല ആളുകൾക്കും അറിയൂല. എന്ന് പറഞ്ഞാൽ പൊസസീവ് അഡ്ജക്റ്റീവിനോട് ചേർന്ന് നൗണ് വരണം. പൊസസീവ് അഡ്ജക്റ്റീവിനോട് ചേർന്ന് നൗണ് വരണം എന്ന് പറഞ്ഞാൽ മൈ കാർ, മൈ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, അതിനോട് ചേർന്ന് കാർ എന്ന നൗണ് വന്ന്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവിനോട് ചേർന്നിട്ട് എന്ത് നിർബന്ധമായിട്ട് വരണം? നൗണ് വരണം. എന്നാൽ പൊസസീവ് പ്രോനൗണിനോട് ചേർന്ന് നൗണ് വരാൻ പാടില്ല. കാരണം പൊസസീവ് പ്രോനൗണിന്റെ ഉള്ളിൽ തന്നെ നൗണുണ്ട്. മൈൻ എന്ന് പറയുന്നത്, മൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? മൈ പ്ലസ് നൗണാണ്. മൈയും നൗണും ചേർന്നതാണ് മൈൻ എന്ന് പറയുന്നത്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നുള്ളത്, പൊസസീവ് അഡ്ജക്റ്റീവ് ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? പൊസസീവ് പ്രോനൗണിൽ നിന്നാണെന്നാണ്. ഇതാണ് കോൺസെപ്റ്റ്. ഈ ഒരു ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് പൊസസീവ് പ്രോനൗണിന് നിൽക്കാൻ പറ്റും. പൊസസീവ് പ്രോനൗണിന് നിൽക്കാൻ പറ്റും ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട്. മനസ്സിലായല്ലോ? യെസ് ഓർ നോ? അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? നൗണ് ഒളിഞ്ഞു കിടക്കണം. ഈ രീതിയിലുള്ള ക്ലാസ് ആണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, മൈനിന്റെ ഉള്ളിൽ മൈ പ്ലസ് നൗൺ, ഹിസിന്റെ ഉള്ളിൽ ഹിസ് പ്ലസ് നൗൺ, അതേപോലെ ദയസിന്റെ ഉള്ളിൽ ദയർ പ്ലസ് നൗൺ. ഈ ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പൊ നമ്മള് 2024 LDC ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട. നല്ല രീതിയിൽ തന്നെ വരും പരീക്ഷ, നല്ല രീതിയിൽ വരും. അപ്പോ ഞങ്ങൾ ഉണ്ടാകും കൂടെ, മലയാളത്തിനായാലും ഇംഗ്ലീഷിനായാലും കട്ടക്ക് സപ്പോർട്ടായിട്ട്. ഏത് ഭാഗത്താണോ നിങ്ങളുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയിട്ട് അത് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സോഴ്സ് നിങ്ങൾക്ക് ആക്കിത്തരാൻ പറ്റുമോ എല്ലാം ഇംഗ്ലീഷിന്റെ ഭാഗത്ത് എനിക്കായാലും മലയാളം ഞാനും. തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഫാക്കൽറ്റി എന്ന് പറയുന്ന ഒരു അകലം ഒരിക്കലും സൂക്ഷിക്കാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോകും. കാരണം നിങ്ങൾ നമ്മളോട് അടുത്ത് വന്നാൽ മാത്രമേ നിങ്ങൾ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വീക്ക്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ചില കുട്ടികൾ വൊക്കാബുലറിയിൽ ഓക്കെ ആയിരിക്കും, സാഹിത്യത്തിലായിരിക്കും പുറകിലേക്ക്, അല്ലെങ്കിൽ വ്യാകരണത്തിൽ കുറച്ച് പുറകിലേക്കായിരിക്കും. അപ്പോൾ ഈ എല്ലാ പാർട്ടും കൂടി ഒന്ന് യോജിപ്പിച്ചാലേ നമുക്ക് 10ൽ 10 നേടാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടറിഞ്ഞ് നിങ്ങളെ അടുത്തറിഞ്ഞ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സമീപനം സൈലം ഫാക്കൽറ്റികളായ ഞാനും മാഷും ഇവിടെയാണ് മറ്റുള്ളവരിൽ നിന്ന് സൈലം വ്യത്യസ്തമാകുന്നത്. അപ്പോൾ വൈ സൈലം എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഞങ്ങളിവിടെ ഇംഗ്ലീഷിന്റെ ഭാഗമായാലും മലയാളത്തിന്റെ ഭാഗമായും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്. വരാനിരിക്കുന്ന 2024 LDC നിങ്ങൾക്ക് വേണോ? സൈലത്തിന്റെ കൂടെ വരിക. ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. നാളത്തെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ ആയിട്ട് നമ്മളൊക്കെ വരുമ്പോ അതൊരു അഭിമാനമാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി അതിനുവേണ്ടി നിങ്ങളൊന്നാകുക. മറ്റുള്ളതൊക്കെ പഴയതൊക്കെ മറക്കുക, എന്നിട്ട് നിങ്ങളാവുക. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. താങ്ക് യു.